ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്നൊരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ചെയറുകൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്ക് ചെയറുകൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉറപ്പ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഉറപ്പും ബലവും സ്ഥിരതയൊക്കെ നമ്മൾ നോക്കണം. അതായത് ഒരു 100 തൊട്ട് 150 കിലോഗ്രാം വരെ ഭാരമുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോവുകയോ വളഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള ചെയറുകളാണ് നമ്മൾ തിരഞ്ഞു നോക്കി എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ സുഖപ്രദമായിട്ടുള്ള ഇരിപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എർഗണോമിക് ഡിസൈൻ എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മുടെ നട്ടിൽ ഇങ്ങനെ അധികം വളഞ്ഞു പോകാതെ നട്ടിലിന് നിവർത്തി നിർത്തുന്ന തരത്തിലുള്ള ബാക്ക് റെസ്റ്റുകളുള്ള ചെയറുകൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളെ ഹോട്ടലിൻ്റെ ആംബിയൻസ്, ഹോട്ടലിൻ്റെ ഉള്ളിലെ അകത്തളങ്ങളുടെ അതിൻ്റെ കളറ്, അവിടുത്തെ സെറ്റപ്പിനനുസരിച്ചുള്ള കളറും അതിൻ്റെ ഡിസൈനൊക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ചെയറുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ മൂന്നാമത്തത് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഇന്ന് ചെയറുകളൊക്കെ ഉണ്ടാക്കുന്ന HDP ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ പോലെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ പോളിപ്രൊപ്പിലീൻ പോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ചെയറുകൾ അധികം മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ HDP അതുപോലെ പോളിപ്രൊപ്പിലീനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെയറുകളാണെങ്കിൽ അത് കുറേ കാലം നിലനിൽക്കും. അതിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും. അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ പിഞ്ഞിപ്പോവുകയോ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് വരുന്നില്ല. അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അട്ടിയിടാനുള്ള സൗകര്യം. നമ്മൾ ഈ ചെയറുകൾ എന്താ വെച്ചാൽ ഹോട്ടലിൽ പലപ്പോഴും നമുക്ക് ക്ലീനിങ്ങിൻ്റെ ആവശ്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അട്ടിയിടുന്ന സമയത്ത് ഇത് വളഞ്ഞു പോവുക, താഴെ വീണ് പൊട്ടിപ്പോവുക ഇങ്ങനെയൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള അട്ടിയിടാൻ പറ്റിയുള്ള സൗകര്യമുള്ള ചെയറുകളാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയറുകൾ മാറ്റിയിട്ട് ആ സ്പേസിൽ നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. സ്പേസ് ലാഭിക്കാനും ഈ ഒരു സൗകര്യം കൊണ്ട് ചെയറിന് ഈ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എയർ കൂളിംഗ് ഹോളുകൾ. ഇപ്പോൾ പല ചെയറുകളിൽ ഇപ്പോൾ ഇന്ന് നമുക്കെന്താ വെച്ചാൽ എയർ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് ബാക്ക് റെസ്റ്റിൻ്റെ ഭാഗത്തും അതുപോലെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഹോളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോളുകൾ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ചിലർക്കൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ പുറം ഭാഗം, പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ പുറം ഭാഗം ഭയങ്കര വിയർപ്പായിരിക്കും. അപ്പോൾ ഇതൊരു എയർ സർക്കുലേഷൻ നമുക്ക് കിട്ടും. ചെയർ ബാക്ക് ഭാഗത്ത് കൂളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ബേസ്മെൻറ്റ് ഭാഗത്തും കൂളിംഗ് ഹോളുകളുണ്ടെങ്കിൽ അത് നമുക്കൊരു മൊത്തത്തിലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും അങ്ങനെയുള്ള ചെയറുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഗ്യാരണ്ടി, ഓഫ് കോഴ്സ് നമ്മളതിൻ്റെ ഗ്യാരണ്ടി, വാറണ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിലത്ത് നല്ല ഗ്രിപ്പുള്ള ചെയറുകളായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അധികം വെയിറ്റുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചില ചെയറുകളൊക്കെ ആണെങ്കിൽ വിരിഞ്ഞിങ്ങനെ ഇതായി പോകും, എന്നിട്ട് പൊട്ടിയിട്ട് താഴെ വീഴും. അപ്പോൾ അതൊക്കെ നമ്മൾ വിരിഞ്ഞു പോകാത്ത ചെയറുകൾ, ബേസ്മെൻറ്റ്, പിന്നെ അടിയിൽ നമ്മുടെ ഓരോ കാലിൻ്റെയും അടിയിൽ ഗ്രിപ്പുകളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള റിബുകളാണ് ശരിക്കും ബേസ്മെൻറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതെത്ര സ്ട്രോങ് ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പിന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ടോ, എത്ര വർഷമാണ് നിങ്ങൾ ചെയർ ഡാമേജ് ആയി പോകണേ, എത്ര വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് ചെയർ വാങ്ങിക്കുമ്പോൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.